ടെൻഷൻ ന്യൂമോതൊറാക്സ് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. കാരണം കൃത്യമായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആൾ മരണപ്പെട്ടു പോകാൻ വരെ സാധ്യതയുള്ള ഒരു അസുഖമാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ന്യൂമോതൊറാക്സ് കുറച്ച് ടൈപ്സ് ഉണ്ട്. സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സ്, ഓപ്പൺ ന്യൂമോതൊറാക്സ്, ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സീരിയസ് ടൈപ്പ് എന്ന് പറയുന്നത് ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ്. ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ഓപ്പൺ ന്യൂമോതൊറാക്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടാകാം, കൂടുതലും സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സ്. അപ്പോൾ എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ലങ്സിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, അതിനെ നമ്മൾ പ്ലൂറ എന്ന് പറയും. 2 ലെയർ, പെറൈറ്റൽ പ്ലൂറയും വിസറൽ പ്ലൂറയും, ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ സ്പേസും, അവിടെ ചെറുതായിട്ടൊരു ഫ്ലൂയിഡും ഉണ്ടാവും, പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. ആ പ്ലൂറൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ പ്ലൂറൽ സ്പേസിൽ എയർ വന്ന് നിറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പാടില്ല. കാരണം അതിനകത്തൊരു നെഗറ്റീവ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ലങ്സിന് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ എയർ കയറി പോസിറ്റീവ് എയർ പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, ലങ്സ് കൊളാപ്സ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇൻട്രാതൊറാസിക് പ്രഷർ കൂടാനും ഒക്കെ സാധ്യത ഉണ്ടാക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് ഇതിനകത്തോട്ട് എയർ ബിൽഡാകുന്നു, ആ എയർ എസ്കേപ്പ് ആവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു 1 വേ വാൽവ് പോലെ ഉള്ളിലോട്ട് എയർ വന്ന് കയറി നിറയുന്നു, പ്രഷർ ബിൽഡ് ചെയ്യുന്നു. ആ പ്രഷർ കാരണം അഫക്റ്റഡ് ലങ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്യാം. നടുക്കുള്ള മീഡിയാസ്റ്റിനം, ഹാർട്ടൊക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്യപ്പെടും. മീഡിയാസ്റ്റിനം ഷിഫ്റ്റ് എന്ന് പറയും, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഓക്കെ, അഫക്റ്റഡ് ലങ്ങും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലങ്സിലോട്ടും ഒക്കെ പ്രഷർ വരാം, ലങ്സ് കൊളാപ്സ് ആകാം, മെയിനായിട്ട് കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഹൈപ്പോക്സിയ കൊണ്ടും മീഡിയാസ്റ്റിനൽ ഷിഫ്റ്റ്. പിന്നെ ഒരു കാരണം കൂടെ പറയണമല്ലോ, ഈ ഒരു പ്രഷർ വരുമ്പോൾ മെയിനായിട്ടുള്ള ബ്ലഡ് വെസൽ, പ്രധാനമായിട്ട് സുപ്പീരിയർ വീനക്കോവയിലോട്ടൊക്കെ പ്രഷർ വന്നു കഴിഞ്ഞാൽ വീനസ് റിട്ടേൺ കോംപ്രമൈസ് ചെയ്യപ്പെടാം. അങ്ങനെ വരുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒബ്സ്ട്രക്റ്റീവ് ഷോക്കും ഹൈപ്പോക്സിയും ഓക്സിജൻ കുറയുന്നതുമൊക്കെയാണ് കാർഡിയാക് അറസ്റ്റും ഡെത്തിലോട്ടും ഒക്കെ എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ഇവിടുത്തെ സിംറ്റംസ്, ഒന്ന് സിവിയർ ആയിട്ടുള്ള ഡിസ്നിയ, ശ്വാസമുട്ടൽ. ഓക്കെ, ടാക്കിക്കാർഡിയ ഉണ്ടാകാം, ഹൈപ്പോ ടെൻഷൻ, BP കുറയും, കാരണം ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് ഉള്ളത് കാരണം. മീഡിയാസ്റ്റിനൽ ഷിഫ്റ്റും ട്രക്കിയൽ ഡീവിയേഷനും പ്രഷർ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീനസ് റിട്ടേൺ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വിട്ടുപോയ പ്രധാനപ്പെട്ട പോയിന്റ്, അഫക്റ്റഡ് സൈഡിൽ ലങ് സൗണ്ട്സ് ആബ്സെൻ്റ് ആകാനുള്ള സാധ്യത. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ബോർ നീഡിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട്, നീഡിൽ ഡീകംപ്രഷൻ എന്ന് പറയും. ഓക്കെ, പ്രിഫറബിളി 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലൂടെ മിഡ് ആക്സിലറി ലൈൻ, ആ ലൊക്കേഷനിലൂടെ നീഡിൽ പ്ലൂറൽ ക്യാവിറ്റിയിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് എയറിനെ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഫോളോ ചെയ്തുകൊണ്ട് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ICD ആണ്. ഓക്കെ, ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷനാണ്.